സിഹറിന്റെ വിഷയത്തിൽ കേരളത്തിൽ തൗഹീദ് പറയേണ്ട സമയം മുജാഹിദുകളെ നമ്മൾ എത്ര കാലം സിഹർ പറഞ്ഞു നശിപ്പിച്ചു. കേരളത്തിലായ സ്ഥലങ്ങളിൽ മുഴുവൻ, തെരുവുകളിൽ മുഴുവനും സിഹർ സിഹർ സിഹർ. അവസാനം സിഹറും ജിന്നുമായി നമ്മുടെ ജീവിതകാലത്ത് നല്ലൊരു ശതമാനം അതിനുവേണ്ടി നമ്മൾ സമർപ്പിച്ചു. അവസാനം അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹം കൊണ്ടൊരു ഐക്യം ഉണ്ടായി. ഒരൊറ്റ കാര്യം എനിക്ക് പറയുള്ളൂ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. ഐക്യത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു, പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു, സിഹറടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്തു, ഒരു തീരുമാനമെടുത്തു. മനഹജു സലഫ് എന്താണ് ഹദീസുകൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം? സിഹറിന്റെ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തു. സിഹറിന് ഹഖീഖത്തും തഅ്സീറുമുണ്ട് എന്നത് പ്രബലമായ അഭിപ്രായമാണ്, ഭൂരിപക്ഷ അഭിപ്രായമാണ്. എന്നാൽ തഅ്സീറും ഹഖീഖത്തും ഇല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട്. ഇത് രണ്ടിനെയും പ്രസ്ഥാനം ഉൾക്കൊണ്ടു. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ ദീനിന്ന് പുറത്താണെന്ന് പറയരുത്. ഇത്തരത്തിലുള്ള എല്ലാ ആഭിചാരങ്ങളും ശിർക്കാണ്. അതുപോലെ തന്നെ അത് പാപമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അത് ഭരിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാകുമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമാഅതിന് വ്യക്തത വരുത്തുകയും ചെയ്തൊരു കാര്യമാണ്. അത് ഭരിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാകുമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമാഅതിന് വ്യക്തത വരുത്തുകയും ചെയ്തൊരു കാര്യമാണ്. ഇതൊരു അഭിപ്രായ വ്യത്യാസമാണ്, പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകരുത്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിലിടരുത്, അബദ്ധമാണ്, ചെയ്യരുത് എന്ന് തീരുമാനമെടുത്ത് നമ്മൾ ഒന്നിച്ചു. പിന്നെ പറഞ്ഞിരുന്നത് ഇതാണ്, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാരണം, കൂടോത്രം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാണല്ലോ, കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള സംഗതിയാണത്. അതിനൊരു ശാസ്ത്രീയമായ തെളിവ് പറയാൻ കഴിയില്ല. അതിനാണ് നമ്മൾ വിവാദമായിട്ടുള്ള സിഹറെന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള സംഗതികളെ അത് ഒരു ഫലം ഉണ്ടാവില്ല എന്നും അത് ഫലമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കായി തീരുമെന്നും ഏറ്റുള്ള സിഹറെന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള സംഗതികളെ അത് ഒരു ഫലം ഉണ്ടാവില്ല എന്നും അത് ഫലമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കായി തീരുമെന്നും ഈ കാര്യകാരണ ബന്ധങ്ങളില്ലാത്ത സിഹറുണ്ടല്ലോ, അതാണ് സിഹർ. അപ്പോൾ ഇതിൽ യാതൊരു തർക്കവും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇനി നമ്മുടെ സംഘടനാ കാര്യങ്ങൾ ഇങ്ങനെ, ആദർശ കാര്യങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞു നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ചില വിശദാംശങ്ങളിൽ ഇജ്തിഹാദിയായ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ടും പണ്ഡിതന്മാർക്കിടയിലുണ്ട്, അതിപ്പോഴുമുണ്ട്, അത് ഇനിയും ഉണ്ടാകുകയും ചെയ്യും. അവരോടൊക്കെ തന്നെ സംഘടനയ്ക്ക് തുല്യ സമീപനമായിരിക്കുമെന്ന് സംഘടനയുടെ പരമോന്നത ബോഡി തീരുമാനിക്കുകയും ചെയ്തു. വലിയ ഹദീസ് പണ്ഡിതന്മാരാണ് എന്ന ധാരണയിൽ പറയുന്നു ആ ഹദീസ് മുൽത്തറബാണ്, ആ ഹദീസിൽ വൈരുദ്ധ്യമുണ്ട്, ആ ഹദീസിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ലോകത്ത് ഏത് പണ്ഡിതന്മാർ പറഞ്ഞു? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരായി അംഗീകരിക്കപ്പെടുന്ന ഏത് പണ്ഡിതന്മാരാണ് ഇത് മുൽത്തറബാണ് എന്ന് പറഞ്ഞത്? ഇമാം ബുഖാരി ഈ മുൽത്തറബിന്റെ നിയമങ്ങളും ഒക്കെ പഠിപ്പിച്ചു തന്ന ഹദീസ് പണ്ഡിതന്മാരുണ്ടല്ലോ. ആ ഹദീസ് പണ്ഡിതന്മാരാണ് പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. ഈ മുൽത്തറബ് എന്ന സാങ്കേതിക പ്രയോഗം, ഹദീസിലെ മറ്റ് സാങ്കേതിക പ്രയോഗങ്ങൾ അത് നമുക്ക് വിശദീകരിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം ബുഖാരിയുടെ ഹദീസിൽ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ ദുർബലമായ ഒരൊറ്റ ഹദീസുമില്ല. പിന്നെ എങ്ങനെയാ അവരെ പഠിപ്പിച്ച നിയമം അനുസരിച്ച് ആ നിയമം വിശദീകരിച്ച് ഈ മടവൂരി മൗലവിമാർ ഇത് പ്രസംഗിച്ച് നടക്കുന്നത്? എങ്ങനെ പറയാൻ കഴിയും? ഈ മുൽത്തറബ് പഠിപ്പിച്ച, മുദല്ലസ് പഠിപ്പിച്ച, ആരാണ് മുദല്ലിസ് എന്ന് പഠിപ്പിച്ച ഒരു പണ്ഡിതനും പറഞ്ഞില്ല ഈ ഹദീസ് ദുർബലമാണ് എന്ന്. മടവൂരികളും അവരാരെയാണോ അംഗീകരിക്കുന്നത് ആ മുഅ്തസിലി പണ്ഡിതന്മാരുമല്ലാതെ, അതേപോലെ ആ വീക്ഷണം വെച്ച് പുലർത്തുന്ന മോഡേണിസ്റ്റുകളുമല്ലാതെ മറ്റൊരു പണ്ഡിതനും ഈ രൂപത്തിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെയോ ആ ഹദീസ് നിഷേധിക്കാൻ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരുടെ വലിയൊരു തെളിവെന്താ? അത് ഈ ഹദീസ് ഉദ്ധരിച്ചത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്നത് ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ഒരാളാണ്. അഅസം എന്ന് പറഞ്ഞ ഒരാൾ അക്കാലത്ത് ജീവിച്ചിരുന്നിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് ലബീദ് എന്ന മകൻ ഉണ്ടാകൂ എന്നാണ്. വലിയ കണ്ടുപിടുത്താണ്. ഇമാം ബുഖാരിക്ക് അത് മനസ്സിലായില്ല, ഇമാം ഇബ്നു ഹജറിന് അത് മനസ്സിലായില്ല, ഇമാം മുസ്ലിമിന് അത് മനസ്സിലായില്ല, ഇമാം നവവിക്ക് അത് മനസ്സിലായില്ല. ഈ ഹദീസ് അംഗീകരിച്ച ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ട ഒരൊറ്റ പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉർവക്ക് മനസ്സിലായില്ല, ഹിശാമിന് മനസ്സിലായില്ല, അതേപോലുള്ള പണ്ഡിതന്മാർക്ക് പിന്നീട് വന്ന ആളുകൾക്ക് മനസ്സിലായില്ല. എന്ത്? അഅസം എന്ന് പറഞ്ഞ ഒരാൾ തന്നെ ജീവിച്ചിരുന്നിട്ടില്ല, എന്നാലല്ലേ ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടാകൂ. സഹോദരന്മാരെ, നമ്മൾ ആരെയാ വിശ്വസിക്കേണ്ടത്? അലിമല്ലയെയും സലാമല്ലയെയും വിശ്വസിക്കണോ? അതല്ല ഇമാം ബുഖാരിയെയും അതേപോലെ ഇമാം മുസ്ലിമിനെയും അംഗീകരിക്കണോ?
ലബീദ് ബിൻ അയസമിന്റെ ചരിത്രം പരിശോധിക്കണം മടവൂരികൾ. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ലബീദിന്റെ പേര് വരുന്നത്. ലബീദ് എന്ന ഒരു മകനില്ല, അയസം എന്ന ഒരു പിതാവില്ല എന്ന് പറയുന്നവർ ഇമാം ഇബ്നു കസീറിന്റെ ബിദായ മറിച്ചു നോക്കുക. എന്താ പറയുന്നത് അവിടെ? ഖാല ഇബ്നു അസാക്കിർ വഗൈറുഹു. ആരെ പറ്റിയാ വിശദീകരിക്കുന്നത്? ജാദ് ബിൻ ദിർഹം എന്ന മടവൂരികളുടെ പൂർവികനായ ഒരു നേതാവുണ്ടായിരുന്നു. ബുദ്ധിപരമായി മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇസ്ലാമിക ഭരണാധികാരി ഉളുഹിയത്ത് അറക്കുന്നതിന് പകരം അറുത്ത് കളഞ്ഞു കൊന്നുകളഞ്ഞു അയാളെ. അത്ര വലിയ ബുദ്ധിജീവിയായിരുന്നു. ആ ജാദ് ബിൻ ദിർഹമിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഖാല ഇബ്നു അസാക്കിർ വഗൈറുഹു വഖദ് അഖദൽ ജാദ് ബിദ്അതഹു അൻ ബയാൻ ഇബ്നു സമാൻ. ജാദിന് ഇത് കിട്ടിയത് ബയാൻ ഇബ്നു സമാനിനാണ്. ബയാൻ ഇബ്നു സമാൻ എവിടെ നിന്ന് കിട്ടി? വഖദഹ ബയാൻ അൻ താലൂത്ത് ബിൻ ഉഖ്തി ലബീദ് ബിൻ അയസം. ലബീദ് ബിൻ അയസമിന്റെ സഹോദരിയായ താലൂത്തിന്റെ മകനിൽ സഹോദരി പുത്രനായ താലൂത്തിൽ നിന്നാണ്. അപ്പൊ അയസമിന് ലബീദ് മാത്രമല്ല, ഒരു മോള് വേറെയുണ്ട്. മടവൂരി പറഞ്ഞത് എന്താ? അയസം എന്ന് പറഞ്ഞ ഒരു വാപ്പനില്ല, എന്നാലല്ലേ ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടാകും. മടവൂരികളെ, അയസം എന്ന് പറഞ്ഞ വാപ്പാക്ക് ലബീദ് എന്ന് പറയുന്ന ഒരു മകൻ മാത്രമല്ല, താലൂത്ത് എന്ന് പറയുന്ന പേരക്കുട്ടിയുടെ ഉമ്മ കൂടിയുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ലബീദ് ബിൻ അയസം സൗജ് ബിനതിഹി വഖദഹ ലബീദ് ബിൻ അയസം അസാഹിർ അല്ലദി സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഹൂദി. ഈ ലബീദ് ബിൻ അയസമിനെ എവിടുന്നാ കിട്ടിയത്? യഹൂദികളിൽ നിന്നാണ്. ഒരു തെളിവ് മാത്രം ഞാൻ പറഞ്ഞു. ഇത് ഉദ്ധരിച്ച കിതാബുകൾ വേണമെങ്കിൽ ഇനിയും ഒരുപാട് കാണാൻ കഴിയും. ഇമാം ഇബ്നു കസീർ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അൽ മഫ്സൽ ഫീ താരീഖിൽ അറബി ഖബല അൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യഹൂദികളുടെ നേതാക്കന്മാർ എണ്ണ. ആരൊക്കെയാ ജൂതന്മാരുടെ നേതാക്കന്മാർ? റസൂലിനോട് ശത്രുത പുലർത്തിയ യഹൂദി നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞെണ്ണുന്നു. ഹയ്യ് ബിൻ അഖ്തബ്, അതേപോലെ തന്നെ യാസിർ ബിൻ അഖ്തബ് എന്നിങ്ങനെ എണ്ണി അവസാനം വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത പുലർത്തിയ യഹൂദി നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ആരാണ്? ലബീദ് ബിൻ അയസമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അല്ലാതെ ഒരു ലബീദ് ഇല്ല, ലബീദിന് അങ്ങനെ ഒരു വാപ്പയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പിന്നെയോ വേറൊരു കണ്ടുപിടുത്തം, ആളുകളെ പിടിച്ചു നിർത്താൻ. കാരണം ഇവരെയൊക്കെ ധാരണ ഇവര് ഭയങ്കര ബുദ്ധിജീവികളാണ് എന്നാണ്. ആയിരിക്കാം, ബുദ്ധിജീവികളായിരിക്കാം, നമ്മൾ അംഗീകരിക്കാം. കാരണം അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഈ നിലയിൽ എത്തിച്ചേർന്നത്. വലിയ വലിയ ബുദ്ധിജീവികളായതുകൊണ്ട് അറബി ഭാഷയിൽ വിവരമുണ്ട്, അതേപോലെ തന്നെ ഖുർആനിൽ അപാരമായ ജ്ഞാനമുണ്ട്. ഹദീസുകളുടെ ആ സാഗരത്തിൽ മുങ്ങിത്തപ്പിയ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക അവരുടെ വാദത്തിന് വേണ്ടി. എന്നാലും കുറച്ച് മെച്ചെങ്കിലും ബുഖാരിക്ക് ഉണ്ടാവൂലേ? ഇവരെക്കാൾ ഒരുപാട് മേലെ എന്ന് നമ്മൾ പറയുന്നില്ല. ഒരു ചുരുങ്ങിയ ഒരു ചെറിയൊരു പരിഗണന നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുത്താൽ ഈ പറഞ്ഞ വാദം ശരിയാകുമോ? അടുത്ത കണ്ടുപിടുത്തം എന്താ? ദർവാൻ എന്ന് പറഞ്ഞ ഒരു കിണർ തന്നെയില്ല, അതുണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കാണൂലേന്ന് അതിൽ ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന കിണർ, അങ്ങനെ ഒരു കിണർ തന്നെ ലോകത്തില്ല. പക്ഷേ മടവൂരി മൗലവിമാരെ പറയട്ടെ, കിണർ ലോകത്തുള്ളതായി നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. കാരണം നിങ്ങൾക്ക് വിവരമില്ല. കിണർ ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം വിവരമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചു. എവിടെയാ കിണർ? കിതാബുകളിലുണ്ട്. അങ്ങനെ ഒരു കിണറുണ്ടോ? ഇല്ലേ? അൽ മഫ്സൽ ഫീ താരീഖിൽ അറബി ഖബല അൽ ഇസ്ലാം എന്നിട്ട് പറയാൻ ആ ഗ്രന്ഥത്തിൽ ഒരുപാട് കിണറുകളെ പറ്റി. ഇവരൊക്കെ ഈ ജാതി ഒരുപാട് പുത്തൻവാദികൾ വരും, നിഷേധികൾ വരും എന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തി. എന്താ അദ്ദേഹം പറയാണ്? ഈ മദീനയുടെ ചരിത്രം യസ്രിബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. വഫിൽ ഹവായി തിയാബാർ യസ്ഖുന മിൻഹാ അൽ മസ്റബ് വലിസഖി വലിൽ ഗസ്ലി. അവര് കുളിക്കാനും കുടിക്കാനും കൃഷിക്ക് നനക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കിണറുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. കമാ കാനത് ഫീഹാ ദുവർ മബ്നിയ ബിൽ ആജുരി വദുവർ മബ്നിയ ബിൽ ലബൻ. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ ഇതൊക്കെ മദീനയിൽ ഉണ്ടായിരുന്നു. രണ്ട് താബക്കുകൾ, അതാണ് നമ്മളിപ്പോ താബൂക്ക് എന്ന് പറയുന്ന സാധനം. രണ്ട് കട്ടകൾ വെച്ചുണ്ടാക്കിയ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചിരുന്നു. അവർ ഈ കിണറുകളിലെ വെള്ളം വിറ്റിരുന്നു. അറൂമ പോലെയുള്ള കിണർ. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന ഈ കിണർ, ആ കിണർ മദീനയിലെ പ്രസിദ്ധമായ കിണറുകളിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാർ ആ കിണറിനെ പറ്റി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും നോക്കുക, കിണറുകൾ, മദീനയിൽ അറിയപ്പെടുന്ന കിണറുകളെ പറ്റിയുള്ള ചർച്ച. ബീർ ഖുലാ, ബീർ സംസം, കൂട്ടത്തിൽ ബീർ ദർവാൻ ബിൽ മദീന. ആ കിണർ എവിടെയാണ്? മദീനയിലാണ്. എന്നിട്ട് ആ കിണറുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം കൂടി വിശദീകരിക്കുന്നത് കാണാം. ഇനിയും കേട്ടോ, ലുബബുൽ ലുബാബ്
ഫീ തഹരീറിൽ അൻസാബ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. അൽ ജൗആനിയ, എന്താ ജൗആനിയ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ലിൽ ബുഖാ അല്ലതി ബിഹാ ബീർ ദർവാൻ, ബീർ ദർവാനുള്ള പ്രദേശത്തിന്റെ പേരാണ് ജൗആനിയ. പോരെ, ഇങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ച ബീർ ദർവാനെ പറ്റി നമ്മളെ മടവൂരി മൗലവിമാര് പറയുന്നത് എന്താ? അങ്ങനെ ഒരു കിണർ എന്ന ലോകത്തില്ല. അപ്പൊ കിണറില്ല എന്നുള്ളതാണോ, അതല്ല കിണറുള്ള വിവരം ഇവർക്കറിയില്ല എന്നതാണോ സത്യം? കിണറുള്ള വിവരം ഇവർക്കറിയില്ല എന്നതാണ്. ഇനിയോ അതേപോലെ തന്നെ പിന്നീട് പറയുന്നത് എന്താ? ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാരൊന്നും ശരിയില്ല. ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാർ ശരിയില്ല. ശരി മടവൂരികളെ, എത്ര ഹദീസ് തള്ളേണ്ടി വരും? ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാർ ശരിയില്ലെങ്കിൽ എത്ര ഹദീസുകൾ തള്ളേണ്ടി വരും? ഒരൊറ്റ സനദ് മാത്രം ഞാൻ വായിക്കാം. ഈ ഹദീസ് ബാബു സിഹർ എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി 5766 നമ്പറായി ഉദ്ധരിക്കുന്നു. എന്താ സനദ്? ഹദ്ദസനാ ഉബൈദ് ബിൻ ഇസ്മായിൽ ഹദ്ദസനാ അബൂ ഉസാമ അൻ ഹിശാമിൻ അൻ അബീഹി അൻ ആയിഷ എന്ന. ആരാണ്? ഉബൈദ് ബിൻ ഇസ്മായിൽ, അബൂ ഉസാമ, ഹിശാം, അൻ അബീഹി അൻ ആയിഷ. 5 ആളുകളാണ്. ഇതേ സനദുള്ള ഹദീസുകൾ ബുഖാരിയിൽ എത്രയുണ്ട് നോക്കിക്കോ. 1889 ഹദീസ്. ഹദ്ദസനാ ഉബൈദ് ബിൻ ഇസ്മായിൽ ഹദ്ദസനാ അബൂ ഉസാമ അൻ ഹിശാം അൻ അബീഹി അൻ ആയിഷ. സിഹറല്ല വിഷയം. ഇനി നോക്കിക്കോ. 2563 നമ്പർ ഹദീസ്. ഹദ്ദസനാ ഉബൈദ് ബിൻ ഇസ്മായിൽ ഹദ്ദസനാ അബൂ ഉസാമ അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി. സിഹറല്ല വിഷയം. ഇനിയും നോക്കിക്കോ. ബുഖാരിയിലെ 2765 നമ്പർ ഹദീസ്, ബുഖാരിയിലെ 3308 നമ്പർ ഹദീസ്, 3773 നമ്പർ ഹദീസ്, അതേപോലെ തന്നെ 4093 നമ്പർ ഹദീസ്, 6391 നമ്പർ ഹദീസ്. ഈ ഹദീസുകളൊക്കെ ഇനിയും വേറെ ഒരുപാട് ഹദീസുകൾ ഇതേ പരമ്പരയിലൂടെ വന്നതുണ്ട്. ഒക്കെ മടവൂരി തള്ളോ? സലാം സുല്ലമി വലിയ കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണല്ലോ, പെണ്ണ് പള്ളി കിടന്ന് ഉറങ്ങിയതിന് തെളിവുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചത് ഈ സനദിലൂടെയാ. തള്ളണ്ടേ? ഒരു സനദ്, വ്യത്യസ്തമായ സനദുകളിൽ വന്ന ആളുകൾ വേറുണ്ട്. ഇതേ ആളുകൾ വ്യത്യസ്തമായ സനദിൽ വന്ന ഹദീസുകൾ വേറെ. ഞാൻ പറയുന്നത് അതേ സനദ്, വ്യത്യസ്തമായ രൂപത്തിൽ വന്നതല്ല, അതേ സനദ്. ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകളിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അപ്പോൾ ആ സനദ് വെച്ച് തള്ളുകയാണെങ്കിൽ ഒരുപാട് ഹദീസുകൾ മടവൂരികൾ തള്ളേണ്ടി വരും. ഇനിയോ വേറൊരു വാദം എന്താ? ഈ ഹദീസ് ഉദ്ധരിച്ച സനദിൽ വന്ന ഹിശാമുൻ അൻ അബീഹി എന്നാണ് അതിലുള്ളത്. ഈ ഹിശാമുൻ അൻ അബീഹി എന്ന് പറഞ്ഞാൽ ഹിശാമ് വാപ്പയിൽ നിന്ന് കേൾക്കാത്തത് ഉദ്ധരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് അയാൾ മുദല്ലിസാണ്. ഈ ഹദീസ് മുദല്ലസാണ് എന്നാ. ഞാൻ ചോദിച്ചല്ലോ, ആരാ ഈ മുദല്ലസൊക്കെ പഠിപ്പിച്ച്? സലാം സുല്ലമിപ്പ് ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ ഇത്. മുമ്പ് പണ്ഡിതന്മാര് പറഞ്ഞ മൂപ്പർക്ക് അറബി ഭാഷയിൽ ഉള്ള വിവരം വെച്ച് മൂപ്പര് മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഉള്ള വിവരം വെച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം മൂപ്പര് അങ്ങനെയാണ്. ചിലപ്പോ ഹിജർ ഇസ്മായിലിനെ പറ്റി ഹജർ എന്ന് മനസ്സിലാക്കി കല്ല് എന്നൊക്കെ അർത്ഥം ഇടും. ആ ജാതി വലിയ പണ്ഡിതനാണ് സലാം സുല്ലമി. മൂപ്പരടുത്ത് നിന്ന് കിട്ടിയതാണല്ലോ ഈ ആളുകൾക്കൊക്കെ ഉള്ളത്. ആരാണ് ഈ മുദല്ലിസ് പഠിപ്പിച്ചത്? ആരാണ് മുദല്ലസ് പഠിപ്പിച്ചത്? ആ മുദല്ലിസും പഠിപ്പിച്ച പണ്ഡിതന്മാരാരെങ്കിലും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹിശാം അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന പരമ്പരയിലൂടെ ഉദ്ധരിച്ച ഹദീസുകൾ ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു പണ്ഡിതനും രേഖപ്പെടുത്തിയില്ല. കാരണം എന്താ? അങ്ങനെ രേഖപ്പെടുത്തിയാൽ മടവൂരികൾക്ക് ഒരു സിഹറിന്റെ ഹദീസെ തള്ളേണ്ടതുള്ളൂ. പക്ഷേ മറ്റുള്ള സനദികൾ അവർക്കറിയില്ലല്ലോ. അൻ ഹിശാമിൻ അൻ അബീഹി എണ്ണിക്കോ മടവൂരികളെ. ബുഖാരിയിലെ ഹദീസ് 20 നമ്പർ 130, 212, 262, 317, 320, 356, 463, 544, 925 അങ്ങനെ എണ്ണിയാൽ അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസുകൾ 141 എണ്ണം. തള്ളണ്ടേ? അൻ ഹിശാമിൻ അൻ അബീഹി 141 ഹദീസുകൾ. തീർന്നില്ല. അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി. കാരണം ഈ ഹിശാം എന്ന് പറഞ്ഞാൽ ഉർവയുടെ മകനാണ്. അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസുകൾ ബുഖാരി ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ ഹദീസ് 100, 147, 222, 228, 248 അങ്ങനെ എണ്ണിയാൽ 120 ഹദീസ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകൾ 360, 688, 689, 746, 805 നമ്പറുകൾ മാത്രം പറയാൻ ഞാൻ ഹദീസുകൾ വായിക്കുന്നില്ല. ഇതൊക്കെ അൻ ഹിശാമിൻ അൻ അബീഹി എന്നാണ്. ഒരു സിഹറിന്റെ ഹദീസ് മാത്രം തള്ളിയാൽ മടവൂരികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മടവൂരികളുടെ ഒരു വാദം അതാണ്. വേറൊരു വാദം എന്താ? മടവൂരികൾ പറയുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതല്ല. എനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ സിഹർ ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ അതാരുണ്ടാക്കിയതാണ്? അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അതെന്തായിരിക്കാം? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ആണോ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായ ഒരു തോന്നലാണോ? അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതാണോ? ആ ഹദീസ് എടുത്ത് വായിച്ചു നോക്കുക. ആരാണ് അതിൽ ഈ സിഹർ ബാധിച്ചു എന്ന് പറയുന്നത്? കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, സുമ്മ ഖാല അശഅർതി യാ ആയിഷ അന്നല്ലാഹ ഖദ് അഫ്താനി ഫീമസ്തഫ്തൈതുഹു ഫീഹി. എനിക്ക് പ്രയാസമുണ്ടായ, ഞാൻ കാത്തിരുന്ന ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് വന്നത് എന്ന് ആയിഷ നീ അറിയുമോ? ഖുൽതു വമാദാക്, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് എന്ന് ചോദിച്ചു. ഖാല ജാഅനി റജുലാനി ഫജലസ അഹദുഹുമാ ഇൻദ റഅസി വൽആഖറു ഇൻദ റിജ്ലയ്യ. ഒരാൾ എന്റെ തലയുടെ അടുത്തിരുന്നു, ഒരാൾ എന്റെ രണ്ട് കാലിന്റെ അരികിലിരുന്നു. സുമ്മ ഖാല അഹദുഹുമാ ലിസാഹിബിഹി, എന്നിട്ട് ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, മാ വജഉ റജുൽ, ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? എന്താണ് ഇദ്ദേഹത്തിന്റെ വേദന? എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രയാസം? ഖാല മത്ബൂബ്, അദ്ദേഹത്തിന് സിഹർ ബാധിച്ചിരിക്കുകയാണ് എന്ന് മറ്റേയാൾ പറഞ്ഞു. ഖാല വമൻ തബ്ബഹു, അപ്പൊ മറ്റേയാൾ ചോദിച്ചു, ആരാണ് സിഹർ ചെയ്തത്? ഖാല ലബീദ് ഇബ്നു അഅസം, ലബീദ് ഇബ്നുൽ അഅസമാണ് എന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു. ദീർഘമായ ഹദീസാണ്. ഇതാരാ ആയിഷ ബീവിയോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞതാണോ? റസൂലിന്റെ കാലിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, ഒരു തലേന്റെ അടുത്ത് വേറൊരാളും വന്നിരുന്നു, എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്നിട്ട് ഇവിടെ അലി പ്രസംഗിച്ചത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ പറഞ്ഞതോ ആയിഷ ബീവി മാത്രാണ്. അത് ആയിഷ ബീവിക്ക് തോന്നിയതാകുന്ന, ആയിഷ ബീവിക്ക് തോന്നിയതല്ല, മടവൂരിക്ക് തോന്നിയതാ. ആയിഷ ബീവി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ആ പറഞ്ഞത് സഹീഹായ പരമ്പരയിലൂടെ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥമെന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, മുത്തഫഖുൻ അലൈഹിയായി ലോകം അത് അംഗീകരിച്ചു. ഹദീസ് നിദാന ശാസ്ത്രം അറിയാവുന്ന മുഴുവൻ പണ്ഡിതന്മാരും ഇമാം ഇബ്നു ഹജറിന്റെ നുഖ്ബയാണ് ആ വിഷയത്തിൽ അടിസ്ഥാനമായ ആളുകൾ പരിഗണിക്കുന്നത്. ആ നുഖ്ബ, ഹദീസ് നിദാന ശാസ്ത്ര നിയമങ്ങൾ രചിച്ച, ആ നുഖ്ബ രചിച്ച ഇമാം ഇബ്നു ഹജർ ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് വ്യാഖ്യാനം എഴുതി പറഞ്ഞു, ഈ ഹദീസ് സ്വീകാര്യമാണ്, നിഷേധിക്കാൻ പാടില്ല. ഇമാം മാസിരിയുടെ അഭിപ്രായം അദ്ദേഹം ഉദ്ധരിച്ചു. ബിദഅത്തിന്റെ ആളുകളാണ്, പുത്തൻവാദികളാണ് ഈ ഹദീസിനെ നിഷേധിച്ചത്. വിശദീകരിച്ചു. അതാ മുജാഹിദുകൾ മടവൂരികളോട് പറയുന്നത്, മടവൂരികളെ, നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള തർക്കം മതപരമായ വിഷയത്തിൽ തീർക്കാൻ ഒരൊറ്റ ചർച്ച മതി. തയ്യാറാണോ മടവൂരികൾ? മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മുജാഹിദുകൾ. ഇല്ല, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിലും തള്ളിക്കളയേണ്ട ഹദീസുകളുണ്ട് എന്ന് മടവൂരികൾ. ഏതെങ്കിലും അലിയോ ലത്തീഫോ അല്ല, ഒരു പണ്ഡിത സംഘടന ഉണ്ടെന്ന് പറയപ്പെടുന്നുവല്ലോ, അതിന്റെ അംഗീകാരം. ഇതാണ് ഞങ്ങളുടെ ആദർശം. ഞങ്ങളുടെ ആദർശം ഞങ്ങൾ പുസ്തകമായി ജനങ്ങളുടെ മുമ്പിലേക്ക് നൽകി. ദുഷ്പ്രചരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ധൈര്യത്തോടെ, തന്റെ ഇടത്തോടെ കേരള ജമിയത്തുൽ ഉലമ പുസ്തകം നൽകിയ ആളുകൾക്ക് അതേപോലെ ഒരു ലേഖനം, ഒരു നോട്ടീസ് ഇതാ ഞങ്ങളുടെ പണ്ഡിത സംഘടന അബ്ദുൽ ഹമീദ് മദീനി, അതേപോലെ തന്നെ അതിന്റെ മറ്റു നേതാക്കന്മാർ ഒക്കെ ഒപ്പിട്ടുകൊണ്ട് ഈ ജനങ്ങളോട് പറയുക, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ എല്ലാം സ്വീകരിക്കേണ്ടതില്ല. എന്നിട്ടൊരു ചർച്ച നടത്തി നമ്മള്. അപ്പൊ പല്ലിയും ഇറങ്ങും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിശാചു ഇറങ്ങും, ജിന്നു ഇറങ്ങും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. പക്ഷേ അത്തരമൊരു ചർച്ചക്ക് മടവൂരികൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അത് കഴിയണമെങ്കിൽ ഒരേകാഭിപ്രായം വേണ്ടേ? ഒരേകാഭിപ്രായം വേണ്ടേ? ചർച്ച നടത്താനുള്ള സൗകര്യം വേണ്ടേ? ചർച്ച നടത്താനുള്ള വേദികൾ വേണ്ടേ? ഇല്ല. ഇവിടെ പിന്നെ ഒരു ജാബിർ എന്ന് പറയുന്ന സഹോദരൻ ചോദിച്ചിരുന്നു, പണ്ടെന്താണ് നിങ്ങൾ ഈ ബുഖാരി മുസ്ലിമിലൊക്കെയുള്ള ഹദീസ് പണ്ട് സ്വീകരിക്കാത്തതിനെ പറ്റി നിങ്ങൾ മടവൂരിനോട് ശക്തമായി പറഞ്ഞിരുന്നല്ലോ, ഇപ്പം അത് നിങ്ങൾക്ക് പറയാൻ തയ്യാറുണ്ടോ? അപ്പോൾ ഇതേ ചോദ്യം നമ്മൾ കൊപ്രക്കളത്ത് ചോദിച്ചപ്പോൾ കൊപ്രക്കളത്ത് അലീഫ് കായക്കൂടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടി കേട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കും. അപ്പൊ പണ്ട് പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല. ഇപ്പോൾ എന്തുകൊണ്ട്? അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും മൻഹജു സലഫ് 5-ാം പ്രമാണമാണോ എന്ന് ചോദിക്കുന്നു മർക്കസ് ദേവക്കാർ. അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. ബുഖാരിയിലും മുസ്ലിമിലും ദുർബലമായ ഹദീസുകൾ ഉണ്ടെന്ന്, തള്ളിക്കളയേണ്ട ഹദീസുകൾ ഉണ്ടെന്ന് മർക്കസ് ദേവ വാദിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയല്ല എന്ന് തീരുമാനിച്ചെഴുതി ഒപ്പിട്ടാണ് കേരള നെതുവത്തുൽ മുജാഹിദീന്റെ ഭാഗമായി, ഐക്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇത് വേറെ കളവാണ്. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്, ഇയാളിപ്പോ എന്താ പറഞ്ഞത്?
ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള മുഴുവൻ ഹദീസുകളും സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒപ്പിട്ടിട്ടാണ് ഐക്യമുണ്ടായത് എങ്കിൽ ആ കത്ത് നിങ്ങളൊന്ന് പുറത്തു വിടുമോ? വിടുമോ? പുളിക്കൽ വെച്ചുകൊണ്ടാ ചോദിക്കണേ. KJവിന്റെ ആസ്ഥാനത്ത് വെച്ചാ ചോദിക്കണേ. നിങ്ങൾ എന്താ അവിടെ പറഞ്ഞ്? ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുഴുവൻ ഹദീസുകളും സ്വീകാര്യമാണ്, ഇനി ഞങ്ങളൊന്നും എതിർക്കൂല എന്ന് ഉസൈൻ മടവൂരും അസ്ഗർ അലിയും അതുപോലെ തന്നെ PP അബ്ദുൽ ഹക്കും ഹസീഫ് മദനിയും സലാഹുദ്ദീൻ മദനിയും അടക്കമുള്ള എല്ലാ ആളുകളും ഒപ്പിട്ടുകൊണ്ട് അങ്ങനെ കത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിക്കുക? കായക്കൊടി നിങ്ങൾ വീണ്ടും കളവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ ആ കത്തൊന്ന് പുറത്തു വിടുമോ? ഞാൻ പറയുന്നു അങ്ങനെ ഒരു കത്തില്ല. എന്നാൽ ഒരു കത്തുണ്ട്, ആ കത്തിൽ ഇതില്ല. ഒരു കത്തുണ്ട്, എന്നാൽ നിങ്ങൾ പറഞ്ഞ കാര്യം ആ കത്തിൽ ഇല്ല. എന്തിനാണ് ഇങ്ങനെ കളവ് വരണത്? ഞങ്ങളെ ബഹുദൈവ വിശ്വാസികളാക്കാൻ നിങ്ങൾ എന്തിനാ ഇടങ്ങാറാണ്? കേട്ടോളി, എന്താ കത്തിലുള്ളത്? ഇത് ഞാൻ കോഴിക്കോട് വായിച്ചിരുന്നു. കായക്കൊടി മിണ്ടിയിട്ടില്ല. അവൾക്ക് മിണ്ടണം. ഇതാ 26/10/2016 മലപ്പുറം MCT ട്രെയിനിങ് കോളേജിൽ നടന്ന ചർച്ചാ യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. ഒന്ന് അസ്ഗർ അലി, അബ്ദുൽ ലത്തീഫ് അഥവാ കരിമ്പിലാക്കൽ, അലി അലിമദനി, KP സക്കരിയ, C മുഹമ്മദ് സലീം സുല്ലമി, അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി, നാസർ സുല്ലമി, മുഹമ്മദ് ഹനീഫ് കായക്കൊടി, MT അബ്ദുൽ സുല്ലമി, ആദിൽ ലത്തീഫ്. എന്താ കത്തിൽ എന്താ തീരുമാനം എഴുതി ഒപ്പിട്ടെന്നറിയോ? ജിന്ന് സിഹർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. വ്യക്തമായ നസ് ഇല്ലാത്ത ഗവേഷണാത്മകമായ നസ് നിറത്തെളിവ് ഗവേഷണാത്മക ബ്രാക്കിൽ ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ. അപ്പോൾ ജിന്നും സിഹറൊക്കെ ഇജ്തിഹാദിയായ വിഷയമാണ്. അങ്ങനെ ഉണ്ടോ? നസ് വന്നാൽ പിന്നെ ഇജ്തിഹാദ് ഉണ്ടാവോ? അത് വേറെ വിഷയം. ഇജ്തിഹാദിയ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇനി കേട്ടോ, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. ഇനി പറഞ്ഞാൽ ലക്കും ദീനുക്കും വലിയ ദീൻ, പക്ഷെ മുണ്ടണ്ട. ഇതാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ് ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ. ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ പാലിക്കണം. നിങ്ങളുണ്ട് സീറുണ്ട് എന്നും പറയാൻ പോണ്ട, നിങ്ങളില്ല എന്നും പറയാൻ പോണ്ട. അതല്ലാതെ ബുഖാരിയിലെ മുസ്ലിമിലെ മുഴുവൻ ഹദീസുകളും സഹിയാണെന്ന് ഉസൈൻ മടവൂർ ഒപ്പിട്ട കത്തുണ്ടെങ്കിൽ അത് മുജാഹിദീങ്ങൾക്കൊന്ന് കാണണം. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇവിടെ ബടായി പറഞ്ഞു പോയാൽ പോരാ. അങ്ങനെ കത്ത് ഉസൈൻ മടവൂർ ഒപ്പിട്ടുണ്ടെങ്കിൽ ആ കത്തൊന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാണണം. നിങ്ങൾ അങ്ങനെ നമ്പാൻ പറ്റൂല നമുക്ക്. നിങ്ങൾ പല നോണിയും ഇവിടെ പറഞ്ഞല്ലോ. അതുണ്ടെങ്കിൽ ആ കത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഉരുണ്ട് മറിഞ്ഞ് ഈ പാവപ്പെട്ട പിന്നെ പോലുള്ള പറപ്പൂരിനെ പോലെയുള്ള ഈ പാവങ്ങളായ മുജാഹിദീങ്ങൾ, തരനിരച്ച മുജാഹിദീങ്ങൾ ബൗദ്ധ വിശ്വാസികളാക്കാനല്ലേ നിങ്ങൾ ഈ കടന്ന് ഉരുണ്ട് പെറുന്നത്? എന്തൊക്കെ നുണകളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കത്തുണ്ടെങ്കിൽ ആ കത്ത് നിങ്ങൾ പുറത്തു വിടണം. ഞങ്ങളിപ്പോൾ ഇവിടെ KJന്റെ കത്ത് പുറത്തുവിട്ടല്ലോ, അതുപോലെ നിങ്ങളും ഇവിടെ ഒരു ക്ലൈമാക്സ് ആയിക്കോട്ടെ, നമുക്കിത് കാണാമല്ലോ. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷമുള്ളൂ. ഉസൈൻ മടവൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. അല്ല, ഉസൈൻ മടവൂർ അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടുണ്ട്, ഇത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രസംഗിച്ച അനീഫ് കായക്കൊടിയുടെയും അനസ് മൗലവിയുടെയും മൂക്കിൻ്റെ ചോട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉസൈൻ മടവൂർ എന്താ പറഞ്ഞത് കേട്ടോളൂ. ഉസ്താദ് പറഞ്ഞു, ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. തന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറെ ആളുകൾ ജിന്ന് പൂജയിലേക്ക് പോയത്. കുറെ അപ്പൊ എന്താ മടവൂർ സാഹിബ് പറഞ്ഞത്? വസ്വാസ് ഉണ്ടാക്കും, അവിടെ നിൽക്കണം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല.
എന്നാൽ ഇതിന് അനസ് മൗലവിന്റെ മൂക്കിന്റെ ചോട്ടില് ഒരു ഡയറക്ടറായ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഇത് പ്രസംഗിക്കണത്. പക്ഷെ മൂപ്പർക്ക് അവിടുന്ന് മറുപടി അറിയാൻ കഴിയില്ല. കേട്ടോ, അപ്പുറത്തേക്ക് വേറെ ഓരോ സ്ഥലത്തേക്ക് പോയിക്കാണ്ട് അവിടെ ഖുർആനിൽ 19 സ്ഥലങ്ങളിൽ 19 രീതിയിൽ പിശാച് പ്രവേശിക്കും, അല്ലെങ്കിൽ പിശാചിന് ഉപദ്രവം ഉണ്ടാകും, പിശാച് ശരീരത്തിൽ കയറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പിട്ടിട്ടുണ്ടോ? ഒപ്പിട്ടിട്ടില്ല. ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മാരി വർത്താനം പറയോ? ഒപ്പിട്ടിന്ന് നിങ്ങൾ പെരും തള്ളു വിട്ടതാണ്. അങ്ങനെ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇമ്മാരി തള്ളൊക്കെ അവസാനിപ്പിക്കുക. ഇനി മാത്രമല്ല, ഐക്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മുജാഹിദ് കേന്നമുകാരെ, ഞാൻ പറഞ്ഞല്ലോ, ഐക്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഈ നേതാക്കന്മാർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ സാധുക്കളായി നിങ്ങളെന്താ വിചാരിച്ചത്? ഹുസൈൻ മടവൂരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇതെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളിത് തൗബ ഇലല്ലാഹ് എന്ന് അനസ് മൗലവി തൗബ ചെയ്തതുപോലെ ഹുസൈൻ മടവൂരൊക്കെ തൗബ ചെയ്ത് ഈ 10 കൊല്ലം 12 കൊല്ലം പറഞ്ഞ് എല്ലാ വാദങ്ങളും തിരുത്തി KNM എന്താണോ പഠിപ്പിക്കുന്നത്, അൻസാർ പറഞ്ഞതുപോലെ ഞങ്ങൾ KJ പഠിപ്പിച്ചതുപോലെ അനുസരിച്ച് ജീവിച്ച കുട്ടികളാണ് നാം. അങ്ങനെയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാദം പക്ഷെ പരസ്യമായി പറയാൻ പാടില്ല. നമുക്ക് ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ ഇങ്ങനെ പോകാന്നാണ് പറഞ്ഞത്. അതല്ലാതെ ആദർശം ഒരിക്കലും ഒരു CD ടവർന്ന് വന്ന ആളുകൾ പിന്നെ മർക്കസ് ദേവെന്ന് വന്ന ആളും ഒരാളും തിരുത്തിയിട്ടില്ല. അൻസാർ ജിന്ന് കയറും എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ചില ആൾക്കാരെ അളകിയില്ലേ? അൻസാർ ആദ്യം പറഞ്ഞു കയറൂല എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് ഇറങ്ങിയപ്പോൾ പിന്നെ അടുത്ത ആഴ്ച കയറി പറഞ്ഞു കയറും എന്ന് പറഞ്ഞു. ആദ്യം മിമ്പർമെന്ന് പറഞ്ഞ് കയറൂല എന്ന് പറഞ്ഞു. പിന്നെ മിമ്പർമെന്ന് ഇറങ്ങി പിന്നെ മൂപ്പര് കയറിയപ്പോൾ പറഞ്ഞ് ജിന്ന് കയറും എന്ന് പറഞ്ഞു. KJ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. എന്നാൽ KJ സലീം സുല്ലമി നിഷേധിച്ചിട്ടില്ലേ? സലീം സുല്ലമി നിങ്ങളുടെ സെക്രട്ടറി അല്ലേ? നിഷേധിച്ചിട്ടുണ്ടല്ലേ? ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സാബിക്ക് പുല്ലൂർ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ഔദ്യോഗിക നേതാവാണോ അല്ലേ? നിഷേധിച്ചില്ലേ? എത്ര ഹുസൈൻ മടവൂര് പഠിപ്പിച്ചു കൊടുത്തോ? KJU പഠിപ്പിച്ചു കൊടുത്തോ? സമയം കിട്ടാട്ടാണെങ്കിൽ ലീവ് എടുത്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കുടിങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ആദർശപരമായി ഐക്യപ്പെട്ടു. ഈ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടി. നേരത്തെ പൈസ പറഞ്ഞല്ലോ, നിങ്ങൾ കോഴിക്കോട് സമ്മേളനം നടത്താനിരിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഐക്യത്തിന് അധികം ആയുസില്ല. ഞങ്ങളുടെ കറാമത്തൊന്നുമില്ല. ഈ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ആ ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദർശം ഒന്നാകണം. അപ്പം എന്തായി? 1 വർഷം കഴിഞ്ഞോ? അപ്പോത്തിന് പിരിഞ്ഞു പോന്നില്ലേ? പിരിഞ്ഞു പോകുന്നു മാത്രമല്ല, സംഘടനാപരമായ പരിഹാരം ഫുള്ള് രേഖകളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മാനം കാക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തു കണ്ടില്ല. ഫുൾ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഹുസൈൻ മടവൂര് ഒന്ന് മാത്രം പിടിച്ച സൂചന, നിങ്ങളുടെ ഹുസൈൻ മടവൂര് നിങ്ങൾ ഐക്യപ്പെട്ടതിന് ശേഷം മർക്കസുദ്ദേവയിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ? അത് പറയണം ഇവിടെ. ഞങ്ങൾ അങ്ങനൊന്നും ഒറ്റടിക്കൊന്നും പുറത്തുവിടില്ല. കുറച്ച് കാലായി സോക്കട് കാലത്ത് തുടങ്ങി. എന്താണെന്നറിയോ? ഇത് സിഹറൊന്നുമല്ല വിഷയം. അതൊക്കെ ഒരു ചെറിയൊരു ഡോസാണ്, ടെസ്റ്റ് ഡോസാണ്. മുസ്ലിം സമൂഹത്തിൽ പിഴച്ചു പോയ സംഘങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘമാണ് മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ വിഭാഗം. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ സംസാരിക്കുന്നത്. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ വിഭാഗം അവര് ഉമവിയ്യ പീരീഡിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അബ്ബാസിയ കാലഘട്ടത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്ത ഒരു കൂട്ടരാണ്. ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളുടെ സ്വാധീനമാണ് അവരിൽ ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങളാണ് അവർ. ദീനിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭാഗത്തു നിന്ന് പിഴച്ചവരും പുറത്തുപോയവരുമാണ് എന്നാണ് മുസ്ലിം ലോകത്തിന്റെ തീരുമാനം. അവരുടെ വാദങ്ങൾ ഓരോന്നോരോന്നായി കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്കിത് കാണാൻ പറ്റും. അറിഞ്ഞിട്ടോ അറിയാതെയോ എനിക്കറിയില്ല. കാരണം മുഅ്തസിലിയാക്കളാണ് ആദ്യമായി അള്ളാന്റെ സിഫാത്തുകളെ നിഷേധിച്ചത്. അള്ളാഹ്ക്ക് കൈ, മുഖം എന്നൊക്കെ പറയുന്നതിന് കൈ എന്ന് പറയാൻ പാടില്ല, ശക്തി എന്ന് പറയണം, മുഖം എന്ന് പറയാൻ പാടില്ല, പിന്നെ തൃപ്തി എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അള്ളാന്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കാൻ പോയവർ മുഅ്തസിലത്താണ്. ആ മുഅ്തസിലത്തിന്റെ വാദങ്ങളിൽപ്പെട്ടതാണ് ഹദീസുകളിൽ ഒരുപാട് ഹദീസുകളെ തള്ളിക്കളയുക എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സിഹിറിനെ നിഷേധിക്കുക എന്നുള്ളത്. ഇതൊക്കെയും കേരളക്കരയിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നമ്മുടെ നാട്ടിലെ ഒരു മലയാള പ്രസിദ്ധീകരണം, നിങ്ങളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന പ്രസിദ്ധീകരണം, ഞാനും അടക്കം, ആ പ്രസിദ്ധീകരണം ഞാൻ വായിക്കാൻ കൃത്യമായിട്ടല്ല, പരിശോധിക്കാൻ വേണ്ടി. അതിന്റെ 3-ാം പേജിലും 12-ാം പേജിലും പരസ്പര വൈരുദ്ധ്യമായ ലേഖനങ്ങൾ തുടർച്ചയായി വന്നിരുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, അതവിടെ കൊണ്ടേക്കല്ല, അത് ആരും വായിക്കില്ല. ആരെങ്കിലും കഥ പറയില്ല, ദ്രോഹ് നാളെ മരിച്ചു പോണോ?
അതിൽ ആദ്യ ഭാഗത്തെ ലേഖനം ആരെഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. ആ ലേഖനത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല, ഒക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്നൊരു ലേഖനം. അത് കഴിഞ്ഞ് 6 പേജ് കഴിഞ്ഞും അതേ ലക്കത്തിൽ അതേ പേജിൽ വേറെ ലേഖനം, അള്ളാഹിന്റെ ഇതിനൊന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, അതൊക്കെ ശരിക്കുള്ളതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല എന്ന് വെച്ചാൽ മതി. ഒരു ഭാഗം സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിനെ പറ്റിയും സഹീഹ് മുസ്ലിമിനെ പോലെയുള്ള ഹദീസിന്റെ കിതാബുകളെ പറ്റിയും ആളുകൾക്ക് സംശയം ഉണ്ടാക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഖുർആൻ ആയത്തുകളിൽ സഹീഹായ ഹദീസുകളിൽ പലതും ഖുർആൻ ആയത്തുകൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് ആളുകൾക്ക് ബുഖാരി എന്നൊന്നും പറഞ്ഞ എന്തേ ബുഖാരി എന്തേ മുസ്ലിം എന്നൊരു മട്ടിൽ ഹദീസുകൾക്ക് നേരെ നോക്കുക. എനിക്കുണ്ടാവാറുള്ള അനുഭവം, ഞാൻ ചിലപ്പോൾ ചില ആളുകൾ ചില ഫത്വ ചോദിക്കുമ്പോൾ ആയത്തിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ഹദീസിൽ പറയുന്ന നമ്മൾ ഈ ഫോൺ വെച്ചേക്ക്, ഹദീസിൽ എനിക്ക് വേണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അനുഭവം ഉണ്ടായി. എന്റെ മാന്യനായ ഒരു സുഹൃത്ത്, കക്ഷിത്തൊന്നുമല്ല, പറയാറില്ല, ഞാൻ വളരെ മാന്യമായി ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു എന്റെ കാഴ്ചപ്പാട് എന്താണ്. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലട മോനെ, ഖുർആൻ ആയത്തില് അവരിങ്ങനെ ഭാര്യാഭർത്താക്കന്മാരുടെ ഭിന്നിപ്പിക്കുന്ന കാര്യം പഠിച്ചു എന്നെല്ലാം പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കൂല, ഞാൻ അംഗീകരിക്കൂല. തന്നെ ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അംഗീകരിക്കൂല. അത് പറഞ്ഞത് ഒരു സുന്നിയാണെങ്കിൽ എനിക്ക് വേദാറില്ല, ഒരു മുവഹിദായ മനുഷ്യന്റെ മറുപടിയാണിത്, അത് ഞാൻ അംഗീകരിക്കൂല. ഈ അർത്ഥത്തിൽ ഖുർആനിൽ വന്ന വിഷയങ്ങളെയും മറ്റും നിഷേധിക്കുന്ന ഹദീസിന്റെ കിതാബുകളെയും പ്രമാണങ്ങളെയും തള്ളുന്ന ഒരു പ്രവണത അതങ്ങനെ പോകുഞ്ഞ് പല വഴിക്കും നീങ്ങാനുള്ളത്. ഖദറിനെ നിശ്ചയിച്ചിട്ടുണ്ട് അവര്, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അതിന്റെ ഒരു തുടക്കം. മറ്റവര് സുന്നികൾ ഷിയായിസത്തിന്റെ സ്വാധീനം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന പോലെ, മുവഹിദുകൾ മുഅ്തസിലത്തിന്റെ ചിന്താഗതി പ്രചരിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വാക്കും ഞാനും മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല. എന്റെ സംശയമാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാം വായിച്ചു വരുന്നത് കൊണ്ട്.